ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശകം നാരായണീയം ദശകം 1 ശ്ലോകം 8. എട്ടാമത്തെ ശ്ലോകത്തിലത്തെ സാരം ആദ്യം പറയാം. ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്നവരെ, അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. ആ ഭക്തർക്ക് ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അവരുടെ അഭ്യഷ്ടങ്ങളും ആവശ്യങ്ങളും മാത്രമല്ല, പരമാനന്ദം മുറ്റിയ ഗതിയെയും, അതായത് മോക്ഷത്തെയും എപ്പോഴും ഏത് കാലദേശാവസ്ഥകളിലും അവിടുന്ന് നൽകുന്നു. ഇങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാവിഷ്ണു അവിടുന്ന് ഒരു കൽപ്പക വൃക്ഷം പോലെയാണ് എന്നാണ് പറയുന്നത്. ഏവർക്കും ലഭ്യവും അവധിയില്ലാത്തത്ര ഫലങ്ങളുള്ളതും ആയ സാക്ഷാൽ കൽപ്പക വൃക്ഷമാകുന്നു എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. ഇങ്ങനെ എല്ലാ ആവശ്യങ്ങളും തരുന്ന ഭഗവാൻ ഉള്ളപ്പോൾ ഇന്ദ്രൻ്റെ തോട്ടത്തിലുള്ള ആ ക്ഷുദ്രമായ മരത്തെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഭഗവാൻ എല്ലാം തന്നുകൊണ്ടിരിക്കും. നമ്മൾ ഭക്തിയിലൂടെ ധർമ്മത്തിലൂടെ നമ്മുടെ ധർമ്മത്തിലൂടെ നമ്മൾ ഭഗവാനെ സ്വീകരിച്ച് നമ്മൾ ആ ഭക്തിയിൽ നമുക്ക് ഭഗവാൻ എല്ലാം സാധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമുള്ളതെന്ന് തോന്നുന്നതെല്ലാം ഭഗവാൻ സാധിപ്പിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളപ്പോൾ മറ്റൊന്നിനെയും തേടി പോകേണ്ടതില്ല എന്നുള്ളതാണ്. ആ ഗുരുവായൂരപ്പനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ആ ബ്രഹ്മത്തെ അറിഞ്ഞ് നമ്മൾ അതിൽ ലയിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം അപ്പോൾ ഭഗവാൻ നിറവേറ്റി തരും എന്നാണ് പറയുന്നത്. മറ്റൊന്നിനും ആശ്രയിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയണത്. നമ്മളെപ്പോഴും ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കണം എന്നാണ് പറയണത്. നമസ്കരിക്കണം. നമ്മൾ ഏതൊരു അമ്പലത്തിൽ പോയാലും നമ്മൾ നമസ്കരിക്കണം. ഭഗവാനെ വളരെ ഇഷ്ടമാണ് നമസ്കരിക്കുന്നത് എന്നാണ് പറയണത്. ഇനി ശ്ലോകം. നമ്രാണാം സന്നിധസ്സേ സതതമഭി പുരസ്ഥൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശുക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. ഒന്നും കൂടി ചൊല്ലാം. നമ്രാണാം സന്നിധസ്സേ സതതമഭി പുരസ്ഥൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശുക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. ഇവിടെ ഈ ശ്ലോകത്തിൽ സന്നിധസ്സേ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലൈനിൽ വരണത് വിതരസി എന്നാണ്. ചില ബുക്കുകളിൽ സന്നിധത്തേ എന്നാണ് വരണത്. അപ്പോൾ അതിൽ വരണത് സെക്കൻഡ് ലൈനിൽ വരണത് വിതരതി എന്നാണ്. ആ വ്യത്യാസം ചിലവർ കാണുമ്പോൾ എന്താന്ന് കരുതണ്ട, അതങ്ങനെയാണ് വരണത്. ഈ ശ്ലോകങ്ങളെല്ലാം ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ മേൽപ്പത്തൂരിന് ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടം. ഗുരുവായൂരപ്പനെ മാത്രം നിങ്ങൾ ഭജിക്കൂ എന്നാണ് പറയണത്. വേറെ ആരെയും ഭജിച്ചു പോണ്ട. ആ ഗുരുവായൂരപ്പനിലൂടെ ഭജിച്ച് എല്ലാ മുക്തിയും എല്ലാ മോക്ഷങ്ങളും നേടാനാണ് ആ മേൽപ്പത്തൂർ പറഞ്ഞു തരണത്. വേറെ ഒന്നിനെയും പോണ്ട. ഭഗവാനിലൂടെ നമുക്ക് എല്ലാം ലഭിക്കുമെന്ന് ഉറപ്പിച്ച് മേൽപ്പത്തൂർ പറയുകയാണ്. നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴും ഒരു തളർച്ചയും തോന്നില്ല. നമുക്ക് കേട്ടിരിക്കാൻ എത്ര കേട്ടാലും മതി വരാതെ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തളർച്ചയും തോന്നില്ല. മേൽപ്പത്തൂർ അത് ഈ ശ്ലോകങ്ങളിലെല്ലാം വ്യക്തമായി പറയുകയാണ്. അതിലൂടെ നമുക്ക് ഗുരുവായൂരപ്പനെ കൂടുതൽ നമുക്ക് അറിയാനും നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ അറിവുകളെ നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.